ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്നലെ വട്ടയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയൊരു കറിയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് പോത്ത് വിന്താലു. അപ്പോൾ വിന്താലു ഞാൻ നോക്കിയപ്പോൾ ഇതുവരെ കണ്ടതൊക്കെ ബീഫിലും അതുപോലെ ചിക്കനിലും മാത്രം ചെയ്തതാണ്. അപ്പോൾ ഞാനിത് പോത്തിറച്ചി വെച്ചാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. കാരണം പോത്തിറച്ചി ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ, അറിയാലോ, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൻ്റെ അത്ര എരിവ് വേണ്ടാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. ഒരു 3 കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്, ഒരു 10 ഏലക്ക, ഒരു 15 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നേരെ തീയിലിട്ട് വേണം ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉരുളിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിലേക്കൊരു 15 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തത്, അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മറ്റേ മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, കൂടുതൽ കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റുന്നത്. ഒന്ന് ചൂടാറിയ ശേഷം, അല്ലാതെ ചൂടോടെ അരച്ചെടുക്കരുത് കേട്ടോ, അത് ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസസൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ടോ, അതൊന്ന് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇത് ഫുള്ള് ഞാൻ അരച്ചെടുക്കുമ്പോൾ ചേർക്കും. അപ്പോൾ ഞാനത് നല്ലപോലെ അരച്ച് ഇതുപോലൊരു പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഈ ഉരുളിയിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/2 കപ്പ് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൽ ഈ ഉള്ളി ഒന്നും കാണാനുണ്ടാവില്ല. നമ്മളിങ്ങനെ ബീഫൊക്കെ അച്ചാറിട്ട പോലെ ഉണ്ടാവും, ഇതിലിങ്ങനെ പെരണ്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് മസാലയായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതും നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാൻ സ്ലൈസ് ആക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ പേസ്റ്റും ഇതിൽ കിടന്ന് ഈ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. അതിനുശേഷം മാത്രമാണ് ഞാനിതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന്, നമ്മൾ പച്ച കടുകല്ല ചേർത്തത്, അതുപോലെ തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കിയ ശേഷം നമ്മൾ വഴറ്റിയിട്ടല്ലല്ലോ പേസ്റ്റാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരണം. അതിനുശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് പോത്തിറച്ചി ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1 കിലോ പോത്തിറച്ചിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റ് അളവിൽ ചേർത്തിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഉരുളിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഉരുളിയിലാകുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച പോലെയാണ് നമുക്കിത് കുറേ സമയം കുക്ക് ചെയ്ത്, നമ്മൾ സാധാരണ ചെമ്പിൽ വെക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കും, അപ്പോൾ തന്നെ നന്നായി കുക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉരുളിയിലാണ് വെച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാനിത് കുക്കറിലായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം.
കാരണം നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഇറച്ചി കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കറിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് വലിയ പീസാണിത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ പോത്തിറച്ചിയൊക്കെ ചട്ടിയിലൊക്കെ വെക്കുന്ന സമയത്ത് കല്ലുപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒരു പിടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കുക. കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ പോത്തിറച്ചിയിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ മസാല അരച്ച് വെച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനി സമയമില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു കുക്കറിലിട്ട് 2-3 പ്രഷർ വരുത്തിയ ശേഷം ഇതുപോലെ ചട്ടിയിലിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. നമുക്ക് കുക്കറിലിട്ടാൽ ഈ ഒരു ഇത് പറ്റൂല, കാരണം ഇത് നല്ല പോലെ ഇങ്ങനെ വരട്ടിയ പോലെ എടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പോഴും കുക്കറിൽ വേവിച്ചിട്ട് ഇതുപോലെ ചട്ടിയിലേക്ക് ഒഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചട്ടിയല്ല കേട്ടോ, ഉരുളിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുക്കായി വരണം. അപ്പോൾ അതിന് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ഈ പോത്തൊന്ന് കുക്കായി വരാൻ. അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയമില്ലെങ്കിലാണ് ഞാൻ പറയുന്നത്, കുക്കറിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇറച്ചിയൊക്കെ വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുഴമ്പ് പോലെ അച്ചാറ് പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഇത് വറ്റിച്ചെടുക്കാനുണ്ട്. ഇതിൻ്റെ പരുവം ഒന്നുകൂടെ മാറി വരാനുണ്ട്. കാരണം ഇറച്ചിയിൽ ഇങ്ങനെ മസാലയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്നുകൂടെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. നല്ല ഡ്രൈ അല്ല കേട്ടോ, നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ കഴിക്കാൻ എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിത് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഉരുളിയിലൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുക്കറിലാണെങ്കിൽ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് നല്ലപോലെ വേവിച്ചെടുത്ത ശേഷം അതൊന്ന് ഇതുപോലെ ഇട്ട് ഒന്ന് വരട്ടി കുറുക്കിയെടുത്താൽ മതി. നമ്മുടെ പോത്ത് വിന്താലോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഈ സമയത്ത് മാറ്റിയെടുക്കാം, പക്ഷേ ഞാൻ മാറ്റിയെടുക്കുന്നില്ല. കാരണം ഈ ഒരു രീതിയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആ എണ്ണ അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പത്തിൻ്റെ, ചോറിൻ്റെ, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഗിവ് അവേ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം 15-ന് ഉള്ള ഗിവ് അവേ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പുതിയ ഒരു കോമ്പറ്റീഷൻ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പോത്ത് വിന്താലുമാണ്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും അതൊന്ന് കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ പുതിയൊരു ക്രിസ്മസ് റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.